ബംഗാളിൽ ബി.ജെ.പിയുടെ അട്ടിമറി വിജയത്തിന് പിന്നിൽ നിശബ്ദ ഇടതു പിന്തുണ ലഭിച്ചോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വീണ്ടും രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാൻ മമതയുടെ കൂട്ടാളികൾ തന്നെയാകാം ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിച്ചതെന്നത് ഇവിടെ ചില വിലയിരുത്തലായി തന്നെ അല്ലെങ്കിൽ അന്വേഷണങ്ങളായി തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ മറിച്ച് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ നിന്നാണ് ഇത്തരം ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ബംഗാളിൽ നേടിയ അട്ടിമറി വിജയത്തിന് പിന്നിൽ ഇടതുപക്ഷ വോട്ടുകളുടെ നിർണായക സ്വാധീനമുണ്ട് എന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് ശക്തമായിരിക്കുന്നത്. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പി നേടിയ ചരിത്ര വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ചുകൊണ്ട് തൃണമൂൽ വിരുദ്ധ മനോഭാവം ശക്തമായ മേഖലകളിൽ ഇടതുപക്ഷ അനുഭാവികൾ തന്ത്രപരമായ വോട്ടിംഗ് നടത്തിയെന്നതാണ് ഇതിന് കാരണമായി തന്നെ പറയുന്നത്. ഇത്തവണ രാമന് അടുത്ത തവണ ഇടതിന് എന്ന ആശയത്തിലായിരുന്നു ഒരു വിഭാഗം ഇടത് വോട്ടർമാർ ബി.ജെ.പിക്ക് പരോക്ഷമായി തന്നെ പിന്തുണ നൽകിയതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇബർ റാം പോരെ ബാം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഇപ്പോൾ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് തൃണമൂലിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യവും മറുവശത്ത് പിന്നീട് ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന് സാഹചര്യം സൃഷ്ടിക്കാമെന്ന കണക്കുകൂട്ടലിലുമാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നിലായി തന്നെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇടതുപക്ഷ പാർട്ടികൾ ഔദ്യോഗികമായി തന്നെ ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഗണിതവും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിലവിൽ ശക്തമായ ബദൽ ബി.ജെ.പി ആണ് എന്നതാണ് ഇവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നീക്കം. ഭവാനിപ്പൂർ മണ്ഡലത്തിൽ തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ ശേഷം സംസാരിച്ച സുവേന്ദു അധികാരിയാകട്ടെ തനിക്ക് ലഭിച്ച വിജയത്തിൽ ഇടതുപക്ഷ വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. CPM-ന് ലഭിച്ചിരിക്കുന്ന വോട്ടുകളിൽ വലിയൊരു ഭാഗം തനിക്ക് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ബംഗാളിൽ അതിജീവനത്തിനായുള്ള നീക്കമാണ് ഇടത് പാർട്ടികൾ നടത്തുന്നത്. 2011 മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നേരിടുന്ന ആക്രമണങ്ങളിൽ നിന്നും രാഷ്ട്രീയ വേട്ടയാടലുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന നിലയിലാണ് പല ഇടതുപക്ഷ പ്രവർത്തകരും ബി.ജെ.പിയെ കണ്ടത്. തിരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രസേനയെ വൻതോതിലുള്ള വിന്യാസം തൃണമൂലിന്റെ ഭീഷണികളെ ഭയപ്പെടുത്താതെ തന്നെ വോട്ട് ചെയ്യാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മമതാ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പല ഇടതുപക്ഷ അനുഭാവികളും തങ്ങളുടെ പ്രത്യാശാസ്ത്രപരമായ വിയോജിപ്പുകൾ മറന്നുകൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്ന തങ്ങളുടെ പാർട്ടി ഓഫീസുകൾ പലയിടത്തും ഇടതുപക്ഷ പ്രവർത്തകർ തിരിച്ചുപിടിക്കുന്ന കാഴ്ചകളും പുറത്തു വന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ വിജയത്തോടുകൂടി തന്നെ തൃണമൂലിന്റെ ഭീഷണി ഒഴിയുമെന്നും ഭാവിയിൽ ഇടതുപക്ഷത്തിന് ശക്തമായി തന്നെ തിരിച്ചു വരാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇവിടെ പ്രവർത്തകർ അടക്കം പ്രതീക്ഷിക്കപ്പെടുന്നത്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി ബംഗാളിൽ ഭരണം പിടിച്ചെടുത്തത്. ഇതോടുകൂടി തന്നെ 1.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഭരണത്തിനാണ് ബംഗാളിൽ അന്ത്യമായിരിക്കുന്നതും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ ചടങ്ങിൽ ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.